ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലം ഇവിടെ എത്തിയില്ലേ? പക്ഷേ നമുക്കൊന്നും, മലയാളികൾക്കൊന്നും ഇപ്രാവശ്യം മതിമറന്നൊരു ഓണാഘോഷം സാധ്യമല്ല എന്നറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെറിയൊരു ഓണപരിപാടിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു വേദി എന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഭയങ്കര പ്രശ്നങ്ങളായിട്ട് പഠിക്കാൻ അസിസ്റ്റൻസ് കുറേ ദിവസം പഠിക്കുന്നില്ല. എൻ്റെ മടി ഭയങ്കര പ്രശ്നമായി. പോണതാണ് 23 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഫിലൂടെ നിരവധി പേരാണ് തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും സ്വന്തമായിട്ടൊരു വരുമാനം എന്ന സ്വപ്നത്തിൽ എത്തിച്ചേരുകയും ചെയ്തത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന് കീഴിലുള്ള ഗവൺമെൻറ് അംഗീകൃത കോഴ്സുകൾ മാത്രം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന സാഫ് എഡ്യൂക്കേഷൻ സെൻറ്റർ വളാഞ്ചേരിയുടെ വികസന പാതയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വ്യാപാര വ്യവസായ പ്രസിഡന്റാണോ അതല്ല മലയാളം സർവകലാശാലയിലെ പ്രൊഫസറാണോ? കർക്കിടകപ്പെയ്ത്തിന്റെ ആരവങ്ങളും ദാരിദ്ര്യവും നാശനഷ്ടങ്ങളും കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങം വരവറിയിക്കുന്നത് കച്ചവടങ്ങളുടെയും വിളവെടുപ്പിൻ്റെയും കാലത്തേക്കായതുകൊണ്ട് പണ്ട് തൊട്ടേ ഓണം ഉത്സവമായി തന്നെ കൊണ്ടാടിയിരുന്നു. പക്ഷേ ഇത്തവണ മലവെള്ളപ്പാച്ചിലിൽ നമുക്ക് നഷ്ടമായത് ഒരു നാടിനെ തന്നെയാണ്. നാടിനെ നടുക്കിയ ആ സംഭവത്തിൽ മരണപ്പെട്ടവരെക്കാൾ ദുരിതത്തിലായത് ഒറ്റപ്പെട്ടു പോയവരാണ്. ഈ അവസരത്തിൽ ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ആപത്തുകളിലെല്ലാം പിടിച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും ധൈര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നടുക്കം വിട്ടുമാറിയിട്ടില്ലെങ്കിലും ഈ ഒരു ഒത്തുകൂടലും പരസ്പരമുള്ള ഒരു ഐക്യമൊക്കെ നമുക്ക് തരുന്ന സന്തോഷം വളരെ വലുതാണ്. സാഫിന്റെ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ്സ്, നല്ലവരായ ഡോക്ടർ KT ജലീൽ MLA സാറായിരുന്നു നമുക്ക് വേണ്ടി പ്രോഗ്രാംസ് ഉദ്ഘാടനം ചെയ്തു തന്നത്. അതുകൂടാതെ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി പ്രസിഡന്റ് നാസർ മാഷ്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു.
വിദ്യാഭ്യാസം എന്നാൽ ഒരു മനുഷ്യനെ എല്ലാ തരത്തിലും വളർത്തിയെടുക്കുകയാണ്. അവരുടെ കഴിവുകൾ പുറത്ത് ചാടിക്കലും നമുക്ക് അത് പുറത്ത് വരാനുള്ളൊരു പേടിയും ഒരു പ്രശ്നങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം പൊതുവേദികൾ സാഫിൽ എപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്നതാണ്. ഇത് സാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. സാഫിൻ്റെ നെടും തൂണായിട്ടുള്ള ഷാഹിദ് സാറിനോട് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൽ നന്ദി പറയേണ്ടത്. കൂടാതെ സാറിനോടൊപ്പം അവിടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന അവിടുത്തെ എല്ലാ സ്റ്റാഫുകളോടും പ്രത്യേകം നന്ദി പറയേണ്ടതാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് അവിടെ ഒരു ലക്കി ഡ്രോ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു. സമ്മാന വിതരണങ്ങൾ, അധ്യാപക ദിനമായതുകൊണ്ട് ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങുകൾ, ഇതെല്ലാം നമ്മളന്ന് അവിടെ നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓണക്കാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും ദിനങ്ങളാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക്